രേവതി നക്ഷത്രമാണ്. മാനസിക സംഘർഷം, ദുഃഖം, മനോവ്യഥ, സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം, കൊച്ചുമക്കൾക്ക് കൊണ്ടുള്ള ദുഃഖം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോടുള്ള ഹിതമല്ലാത്ത ഒരു താല്പര്യം, ആ താല്പര്യത്തിന് ആ സ്ത്രീ ഇദ്ദേഹത്തിനെ ആഗ്രഹിക്കാനുള്ള മാർഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമസ്കാരം. ഗൃഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നല്ല സമ്പന്നമായി ജീവിച്ചിരുന്നവർ പോലും സമ്പന്നതയുണ്ടാകുമ്പോൾ ഒരു വീട് കൂടെ വെക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വീട് വെക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലോ അല്ലെങ്കിൽ ഉത്തമമായൊരു വീട് വെക്കുന്നതിലോ അവർ ശ്രദ്ധ കാണിക്കാറില്ല ഒരു നല്ല വിഭാഗം ആൾക്കാരും. ഞാൻ എന്തുകൊണ്ടാണിത് പറയുന്നതെന്ന് വെച്ചാൽ, നന്നായി ജീവിച്ചു കൊണ്ടിരുന്നവർ, നല്ല ദാമ്പത്യം അനുഭവിച്ചിരുന്നവർ, നല്ല സന്താനങ്ങളെ കൊണ്ട് ഗുണം അനുഭവിച്ചിരുന്നവരൊക്കെ തന്നെ ഒരു പുതിയ ഗൃഹസ്ഥാനം കാണുമ്പോൾ ഇല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കുമ്പോൾ അന്ന് മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിതിനകത്ത് അഗ്രഹണ്യനൊന്നുമല്ല. ഒരു വാസ്തുവിനെ കുറിച്ചിട്ടുള്ള വലിയ വിലയിരുത്തലുകൾ നടത്തി പറയാൻ കഴിവുള്ള ആളുമല്ല, ജ്യോതിഷ പണ്ഡിതനുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ അനുഭവങ്ങൾ വെച്ച് പറയാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരകൃപയാൽ കിട്ടിയതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരുന്നവരുടെ കാര്യങ്ങളിൽ ഞാൻ അവരുടെ പൂർവ്വജന്മവും നോക്കുകയും പൂർവികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യും. പലതിനും പരിഹാരങ്ങളില്ല. എന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി എന്ന് ചോദിച്ചാൽ, പിതൃദോഷങ്ങൾക്കുള്ള പരിഹാരമല്ലാതെ മറ്റു പരിഹാരങ്ങൾക്കൊന്നും എനിക്ക് ഉത്തമമായ വിശ്വാസമില്ല. ശത്രുസംഹാരത്തിന് ഉഗ്രപ്രത്യംഗയും വാർത്താളിയും ബഹളാമുഖിയും ചിന്നാമസ്ത എന്നൊക്കെ പറയുന്നിട്ടുള്ള കഠിനമായ ഹോമങ്ങളുണ്ട്. ഞാൻ കാന്തല്ലൂർ ആശ്രമത്തിൽ അതൊക്കെ ചെയ്യാറുണ്ട്. അത് ആശ്രമത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. ശത്രുവിനെയല്ല, ശത്രുതയാണ് സംഹരിക്കേണ്ടത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു ശത്രുവിനെ നമ്മൾ സംഹരിച്ചാൽ അതിൻ്റെ ദോഷം നമുക്ക് 100% വരും. നമ്മളെ ദ്രോഹിക്കുന്നവരും വഞ്ചിക്കുന്നവരും പറ്റിക്കുന്നവരും ചതിച്ചവരും സഹായിച്ചവർ നമ്മളെ വേദനിപ്പിക്കുന്നവരും ഒക്കെയുള്ള നിരവധി പേർ ഈ സമൂഹത്തിലുണ്ട്. അതങ്ങനെയാണ്, ലോക സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ നാശത്തിൻ്റെ ഒരു ഭാഗം 1/6 ഭാഗം നമ്മൾ ഈ ജന്മത്ത് ഉപേക്ഷിച്ചു പോകുന്നതിന് മുമ്പ് നമ്മളിത് അനുഭവിച്ചേ പറ്റൂ. അത് അനുഭവിക്കുന്നത് ഇത് ചെയ്യുന്ന താന്ത്രികനല്ല, ഇത് പറയുന്ന എന്നെപ്പോലെ ഇത്തരം നിങ്ങൾക്ക് ശത്രുദോഷങ്ങളുണ്ട്, ശത്രുദോഷങ്ങൾ ഇന്നെല്ലാം ആഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ട്, ആഭിചാര ദോഷങ്ങൾക്ക് ശക്തിയുണ്ട്, എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ മുമ്പിലുള്ളതുകൊണ്ട് ഞാനിത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കുന്നവർക്ക് അത് വിശ്വസിക്കാതിരിക്കാം. എൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ താഴെ നമ്മുടെ ഈ DNA ചാനലിൻ്റെ താഴെ വന്നും മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൻ്റെ ഞാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഇത് ഞാനിടും, ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം. അതിൻ്റെ താഴെ വന്ന് സ്ഥിരമായി അനാവശ്യങ്ങൾ സ്വയം എഴുതുകയും മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്വാനെ ഞാൻ കണ്ടുപിടിച്ചു. അയാൾ എൻ്റെ അടുക്കൽ വന്നതാണ്. അയാൾക്ക് ഉള്ള അദ്ദേഹത്തിനുണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട്, മക്കളുമുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോടുള്ള ഹിതമല്ലാത്ത ഒരു താല്പര്യം, ആ താല്പര്യത്തിന് ആ സ്ത്രീ ഇദ്ദേഹത്തിനെ ആഗ്രഹിക്കാനുള്ള മാർഗം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തൊരു മണ്ടത്തരമാണ്, മഠയത്തരമാണ്. ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്നിട്ട് അദ്ദേഹം ആരെയൊക്കെയോ കണ്ടിട്ട് എന്തൊക്കെയോ പ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതൊന്നും പ്രയോജനമില്ല. അങ്ങനെയാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാനസികമായി എന്തോ ഒരു തകരാറുണ്ട്. ഒരു സ്ത്രീക്ക് നിങ്ങളോട് താല്പര്യം തോന്നാൻ വിദ്യകളൊക്കെ കാണിച്ചു തരാൻ പറ്റുന്ന വിദ്യകളൊക്കെ തന്ത്രശാസ്ത്രത്തിലൊക്കെ കാണുമായിരിക്കും, വശീകരണമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹമായിട്ട് ദേഷ്യപ്പെട്ട് വിട്ടതിൻ്റെ പരിഹാരമായിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് ഇതുപോലുള്ള അനാവശ്യങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് എഴുതുക. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് ഞാൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാമിക്ക്. അദ്ദേഹം എന്ത് പണി കൊടുത്തവരൊക്കെ ഒരുപാടുണ്ട്. പണി കൊടുത്തവരെല്ലാം കോടതി വരാന്തകളിലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോടതികളിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള അവസ്ഥകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? വല്ലവൻ്റെയും ഭാര്യയൊക്കെ വശീകരിക്കാനും വല്ലവൻ്റെയും സ്വത്തൊക്കെ തട്ടിപ്പറിക്കാനും ശത്രുവിനെ ആഭിചാരം ചെയ്ത് കൊല്ലാനുമൊക്കെ പറഞ്ഞ് വരുന്നവരോടൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. വസ്തു വിൽക്കാനും വരരുത്. ദൈവത്തെ ഓർത്ത് ഈ വസ്തു വിൽപ്പനയ്ക്ക് ഞാൻ വ്യക്തിപരമായി എതിരായിട്ടുള്ളതാണ്. എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, സ്വാമി വസ്തു വിൽക്കുന്നില്ല, അതുകൊണ്ട് വസ്തു വിൽക്കാനുള്ള മാർഗമുണ്ടോ? ഇല്ല. വസ്തു വിൽക്കുന്നവരും ഇതേപോലെ ശത്രുവിനെ തകർക്കാൻ വരുന്നവരും അല്ലെങ്കിൽ സ്ത്രീകളെ വശീകരിച്ച് കൊടുക്കാൻ വരുന്നവരൊന്നും ദൈവത്തെ ഓർത്ത് എൻ്റെ അടുക്കലേക്ക് വന്നു ഇതിനൊന്നും എൻ്റെ കയ്യിൽ പരിഹാരമില്ല. ഞാനിത് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യർ അവരുടെയൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അധ്വാനിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ സ്വസ്ഥതയിലേക്ക് എന്തിനാണ് കടന്നു കയറുന്നത്? ഒരാൾ പറയുകയാണ്, അവരുടെ വീടിൻ്റെ അടുത്തൊരു സ്ത്രീയുണ്ട്,
അവർ ശരാശരിക്കും താഴെ നിലവാരമുള്ള സ്ത്രീയാണ്. അപ്പം ഇവരതിനു വേണ്ടി വീട്ടിൽ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു ഫോൺ എടുത്ത് വെച്ച് ഇവർ അനാവശ്യം പറയുക. വായിൽ വരുന്ന അനാവശ്യങ്ങളൊക്കെ മറ്റാരോടോ പറയുന്ന പോലെ പറയുക. ഞാൻ പറഞ്ഞു, നിങ്ങളിത് സഹിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ എത്രയോ ഭ്രാന്തന്മാർ റോഡിൽ കൂടെ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നു, അത്തരത്തിലങ്ങ് എടുക്കുക. കാരണം അവരുടെ മനോനിലയ്ക്ക് പ്രശ്നമുണ്ട്. അത് അവർ നമ്മളെ കേൾക്കി അത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തിയുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വീടിനകത്തോട്ട് കയറുമ്പോൾ അവരെന്തിനാണ് അവിടേക്ക് ഓടി വന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് മറ്റാരോടോ സംസാരിക്കുന്ന പോലെ വളരെ മ്ലേച്ഛമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്? അവരുടെ മനോനില, അവരുടെ മാനസിക നിലയ്ക്ക് തകരാറുള്ളതാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം, അല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. കള്ളുകുടിയനായ ഭർത്താവ്, കള്ളുകുടിയനായ മകൻ ഒക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മളത് വിട്ടേക്കുക. റോഡിലൂടെ ഭ്രാന്തന്മാർ പോകുമ്പോൾ, ഇല്ലെങ്കിൽ നിലാവിനെ നോക്കി പട്ടികൾ നിലാവിനെ നോക്കി കുരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ ഞാനിത് പറയുന്നത് പ്രായോഗികമായ കാര്യങ്ങളാണ്. ഇതൊക്കെ അങ്ങ് വിട്ടേക്കുക. നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ, നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരുപാട് നമുക്ക് മാനസികമായിട്ടുള്ള വിഷയം വരും. നമ്മുടെ കർമ്മങ്ങൾക്ക് അതനുസരിച്ച് മാറ്റങ്ങളുണ്ടാക്കി നമുക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കർമ്മങ്ങളെ ബുദ്ധിപരമായി മുമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങനല്ലേ? അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ഈ ലോകത്തെ നന്നാക്കാനൊന്നും പറ്റില്ല, ഒരു മനുഷ്യരെയും നന്നാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഞാനതല്ല, അല്ലേ? മറ്റുള്ളവരെന്തും പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് എന്താണ് അവർ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ സമയമല്ലേ നഷ്ടപ്പെടുന്നത്, നമ്മുടെ കർമ്മത്തിനല്ലേ മോശം വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കുക. ഞാനീ പറഞ്ഞു വന്നത്, ഒരു വീട് നിങ്ങൾ ഗൃഹം മേടിക്കുമ്പോൾ വീടിൻ്റെ ഇന്നത്തെ ഒരു വിഷയമാണ് ഞാനിന്ന് പറയാൻ വന്നത്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചൊരാൾ പറഞ്ഞു, സ്വാമി, ഒരു വീട് മേടിച്ച് താമസിക്കാൻ തുടങ്ങിയ മുതലുണ്ടാകുന്ന വീടിൻ്റെ തന്നെയാണ് എപ്പോഴും പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്? ഞാൻ ചോദിച്ചു, അവിടെ കാക്കകൾ വല്ലതുമുണ്ടോ? സ്വാമി, അതാണ് ഇവിടുത്തെ പ്രശ്നം. കാക്കകളെ കൊണ്ട് നിവർത്തിയില്ല. ടെറസിൻ്റെ മുകളോട്ട് കയറിയാൽ മുഴുവൻ കാക്കകൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ മുറിക്ക് അകത്താണെങ്കിൽ പ്രശ്നമില്ല, പുറത്തോട്ട് ഇറങ്ങിയാൽ മുഴുവൻ കാക്കകളാണ്. ഞാൻ പറഞ്ഞു, അത് നമ്മളെ ധൂമാവതി എന്ന് പറയുന്ന ഒരു ദേവീ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്നതാണ്. അത് പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ്. പക്ഷേ കാക്ക നിങ്ങളെ കൊത്തുകയാണെങ്കിൽ, തലയിൽ വന്ന് കൊത്തുകയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അപമൃത്യുവിനുള്ള സാധ്യതയുണ്ട്. കാരണം ജന്മം പൂർണ്ണമാകാതെ മൃത്യു സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇന്ന് വിളിച്ച ഗൃഹനാഥൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കാക്ക 2-3 കാക്കകൾ, ഒരു കാര്യം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന കാക്ക, തെക്കോട്ട് ചാടി പോകുന്ന കാക്ക, ഈ കാക്ക വന്നാൽ നമുക്ക് അപകടകരമായ ഒരു സൂചന ഉണ്ടാകുകയാണ്. ജീവിതത്തിൽ ഒരു അപകടകര സന്താനങ്ങളെ കൊണ്ടോ കുടുംബാംഗങ്ങളെ കൊണ്ടോ അപകടകരമായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ മൃത്യു സംഭവിക്കാൻ സാധ്യതയുള്ള തെക്കോട്ട് തിരിഞ്ഞിരുന്ന കാക്ക ഇങ്ങനെ ചാടി കൊത്തിപ്പറിക്കുന്ന കാക്ക. അപ്പം ഞാൻ ഇത് അവിടെ സ്ഥിരം കാണുവാണ്. അപ്പം ഞാൻ ഈ വീട് എങ്ങനെയാണ് മേടിച്ചത്? അത് ഞാൻ ഒരാളുടെ നിന്ന് മേടിച്ചതാണ്. അത് ആരുടേതായിരുന്നു? അത് മറ്റൊരാൾ മേടിച്ചിട്ട് വിൽക്കാനിട്ടേക്കായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ട് വന്നു. ഞാൻ ചോദിച്ചു, ഈ വീട് മേടിച്ചു, നിങ്ങളൊരു നല്ല ഉദ്യോഗസ്ഥനല്ലേ, ലോക വിവരമുള്ള ആളല്ലേ? അപ്പോൾ എന്താണ്, ഒരാളൊരു വീട് മേടിക്കുന്നു, അയാൾ ലോൺ എടുത്ത് വീട് വിൽക്കുന്നു, അയാൾക്ക് ലോൺ അടയ്ക്കാൻ കഴിയാതെ ആ വീട് വിൽക്കുന്നു. അപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വീടാണത്. അതുപോലെ തന്നെ ജിപ്തി ചെയ്തിട്ടേക്കുന്ന വീടുകൾ, ഒരാൾ ബിസിനസ് ചെയ്യാനായിട്ട് സ്വന്തം വീട് കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇദ്ദേഹം ബിസിനസ് ചെയ്തു. ബിസിനസ്സിന് നഷ്ടം വന്നു. നഷ്ടം വന്നപ്പോൾ ഇവരുടെ കുടുംബമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ അത് പകുതി വിലയ്ക്ക് ആ വീടെടുത്തു. ഒരു കാലത്തും അത് 100%. ജിപ്തി ചെയ്തിട്ടേക്കുന്ന വീടുകൾ മേടിക്കുന്ന ഒരാൾക്ക് 3-ാം തലമുറ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. 3-ാം തലമുറയ്ക്ക് നാശം. അത് മറ്റൊരാളുടെ വസ്തുവാണ്, മറ്റൊരാൾ സ്വപ്നങ്ങളോടുകൂടി ജീവിച്ചതാണ്. അയാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് അയാൾ മറ്റു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഈ വീടിൻ്റെ ആധാരം കൊടുത്ത് പണം മേടിച്ചതാണ്. അത് അടയ്ക്കാൻ പറ്റാത്ത, ആ സമയദോഷം വന്ന് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ആ വീട് അയാൾക്ക് നഷ്ടപ്പെടുമ്പോൾ അത് മറ്റൊരാൾ എടുക്കുമ്പോഴുണ്ടാകുന്ന ദുരിതം എന്ന് പറയുന്നത് അയാളുടെ ഭാര്യയ്ക്കോ ഇല്ലെങ്കിൽ അയാളുടെ അടുത്ത തലമുറയ്ക്കോ, ആ തലമുറയില്ലെങ്കിൽ 3-ാം തലമുറയ്ക്കോ അതിഭീകരമായ ദോഷദുരിതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ജിപ്തി ചെയ്തേക്കുന്ന വീടുകൾ, വീട് ജിപ്തി ചെയ്യുന്ന മാനേജർമാർക്ക് പോലും ബാങ്കിൽ നിന്ന് വന്ന് ക്രൂരമായിട്ട് ബാങ്ക് മാനേജർമാർ പെരുമാറുന്നില്ലേ, അവർക്ക് പോലും 6-1 ദോഷം. ഞാനിവിടെ എടുക്കുന്നതില്ലേ, കാണുന്നതില്ലേ, 6-1 ദോഷം അവർക്ക് വരും.
അതൊരു വലിയ സംഭവമാണ്. നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് നമുക്ക് അർഹതയില്ലാത്ത എന്ത് സ്വന്തമാക്കിയാലും ഒരാളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞാൽ പോലും, അപഖ്യാതികൾ പറഞ്ഞാൽ പോലും, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരം, ആ പറഞ്ഞതിൻ്റെ ഉത്തരം ദൈവം ജീവിതത്തിൻ്റെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, മരണാനന്തരം ആ വാർദ്ധക്യാവസ്ഥയിൽ ആ പറഞ്ഞതിൻ്റെ അതിങ്ങനെ കിടക്കും അന്തരീക്ഷത്തിൽ. അതും ആ മരണാനന്തരം അതിൻ്റെ പ്രേത ദുരിതവും കൂടി അനുഭവിച്ച് മാത്രമേ പോകാൻ പറ്റൂ. അതുകൊണ്ട് നുണകൾ പറയാതിരിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് അപഖ്യാതികൾ പറയാതിരിക്കുക, സഹായിച്ചവരെ ഓർക്കുക. ഒരു നേരത്തെ ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ അവരെ സഹായിച്ച് ഓർക്കുക. അവർ പിന്നെ ദുരിതങ്ങളൊക്കെ ചെയ്യും, സാധനങ്ങളൊക്കെ ചെയ്യും, അവരെ ഒരുപാട് നമ്മളുടെ പക വീട്ടും ഒക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതാണ് എന്നുള്ളതാണ്, അല്ലേ? എനിക്കൊക്കെ ജീവിതത്തിൽ ഞാൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏകാന്തനായി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചവരും സ്നേഹിച്ചവരൊക്കെ ഒരുപാടുണ്ട്. അവരൊക്കെ ബദ്ധശത്രുക്കളായിട്ട് പെരുമാറിയിട്ടുണ്ട്. പിന്നീട് അവരുടെയൊക്കെ നിസ്സാരമായ കാര്യങ്ങളോട് ബദ്ധശത്രുക്കളായിട്ട് പെരുമാറിയിട്ടുണ്ട്, അല്ലേ? നമ്മളെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യത്തിനോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇന്നൊരു സ്ത്രീ വിളിച്ചിട്ട് പറയുന്ന പോലെ രാവിലെ ഒരുപാട് ഫോൺ കോൾസ് വരും, ഒരുപാട് ഫോണിൽ. ഇപ്പോൾ ഫോൺ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ താഴെയാണ് ഫോൺ വെച്ചേക്കുന്നത്. 2 നിലയാണ്, 2 നില, മുകളിലൊരു മുറി, താഴെ മുറി, 2 മുറിയേ ഉള്ളൂ വെമ്പായത്ത്. കാരണം ഞാനും ടീച്ചർ മാത്രമേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ താഴെ താമസിക്കാം. അതുകൊണ്ട് ഞാൻ ഒരു മുറി പണിതിട്ട് കുറച്ച് ചെടികളും ചെറിയ കിളികളും 2-3 മീനുകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കഴിയുവാണ്. അവിടെ പുസ്തകങ്ങൾ 5 പുസ്തകം ഞാൻ എഴുതുന്നുണ്ട്. എഴുതാനായിട്ട് അവിടെ പോയി ഇരിക്കുന്നതാണ്. അപ്പോൾ തിരക്കില്ലാത്ത സമയമാണ്. താഴെ ഇരുന്ന് എഴുതുന്ന സമയത്താണെങ്കിൽ പോലും ഒരു ഫോൺ വന്നാൽ ഞാൻ എടുക്കും, സംസാരിക്കും. അങ്ങനെ വന്ന് അപ്പോൾ ഫോൺ അടിച്ചാൽ സ്വാമി എടുക്കില്ല എന്നൊരു ആരോണ്ട് ഇതിനകത്ത് പരാതി എഴുതിയിരുന്നു. ഞാൻ അവിടെ 24 മണിക്കൂർ ഫോണിൻ്റെ മൂട്ടിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ സുഹൃത്തെ. ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അല്ലെങ്കിൽ എൻ്റെ ലാൻഡ് ഫോൺ, മൊബൈൽ ഫോണിൽ എന്ന് പറഞ്ഞാൽ 200 കോൾ വരും ഒരു ദിവസം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരിക്കൽ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ വിളിക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നുമില്ല, എനിക്ക് എഴുതി ജീവിക്കുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അനുഭവങ്ങൾ, ഞാൻ ഈ DNA-യിൽ വന്നിരുന്ന എൻ്റെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. എന്തായാലും ഈ വീടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാക്കകൾ, 3 കാക്ക, ആ 3 കാക്ക സ്ഥിരമായിട്ട് വരും. അതിൽ ഒരു കാക്ക മാത്രം തെക്കോട്ട് തിരിഞ്ഞിരിക്കും. അത് 2 മറ്റൊരു കാക്കകൾ പറന്നു പോയാലും ഈ ഒരു കാക്ക കുറച്ച് കഴിഞ്ഞിട്ടേ അവിടെ പോവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ ഒന്ന് നോക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വീട് വെച്ചതിന് ശേഷം ഉണ്ടായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടായി, ഉത്തമമായ ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടായി, പെൺകുട്ടിക്ക് പിന്നെ ഡിപ്രഷൻ വന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതിയില്ലാതെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടായി. ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ അപ്പോൾ ഇതിൻ്റെ തെക്ക് ഭാഗത്ത് കാക്ക 3 കാക്കകൾ എന്നും വരും. അതിൽ 2 കാക്ക അങ്ങോട്ട് തിരിയും. ഒരു കാക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബലിക്കാക്കകളാണോ? അപ്പോൾ പുള്ളിക്കാത്ത കാക്കകളെക്കുറിച്ച് വലുത് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ഈ കാക്ക സ്ഥിരമായിട്ട് അവിടെ വന്ന് ആ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊരു കാര്യമുണ്ട്. അപ്പോൾ സ്വാമി ഒന്ന് വരുമോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനുവാദമില്ലാതെ, എൻ്റെ ഉപാസനാമൂർത്തിയുടെ അനുവാദമില്ല. അനുവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നീ പോയിട്ട് വാ എന്നൊന്നും പറയില്ല. നമുക്കതിനൊരു മന്ത്രമുണ്ട്. നമ്മൾ ആ മന്ത്രം ജപിക്കുമ്പോൾ നമുക്കൊരു അനുഗ്രഹം കിട്ടണം. ഒരു വീട്ടിൽ പോകണമെങ്കിൽ പോലും എന്നെ ഒരുപാട് പേര് വിളിക്കും. അപ്പോൾ ഞാൻ പറയും വരാം. ഇപ്പോൾ ഒരിടത്ത് ഒരു പന വെട്ടിയായിട്ടൊരു വിഷയമുണ്ട്. പനകൾ വെട്ടിക്കളഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷദുരിതങ്ങൾ ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഞങ്ങൾ വണ്ടി അയക്കാം, സ്വാമി അങ്ങോട്ടൊന്ന് വന്നാൽ മതി. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, അനുഗ്രഹം വേണം. അനുഗ്രഹത്തിന് ലക്ഷണം അഗ്നിയിൽ നോക്കി അറിയാൻ പറ്റും. അഗ്നി കത്തിച്ച് ഈ സ്ഥലത്തിനെ സങ്കല്പിച്ച് നമ്മുടെ വിളക്ക് കത്തിച്ചാൽ അതിലെ അഗ്നി ലക്ഷണത്തിൽ നമുക്കൊരു ലക്ഷണമുണ്ട്. ആ ലക്ഷണം അനുസരിച്ച് നമുക്ക് അവിടെ പോയാൽ നമുക്കതിനെ ഫലം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ പോയിട്ട് കാര്യമില്ല, ഫലം വേണം, അല്ലേ? വെറും പൂജ ചെയ്താൽ ഫലം ഉണ്ടാവില്ല. പൂജ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിലേക്കുള്ള പ്രയാണം, യാത്രയാണ്. അപ്പോൾ ഇതിനകത്ത് ലക്ഷണശാസ്ത്ര പ്രകാരം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ജ്യോതിഷ പണ്ഡിതനെ പോയി കണ്ട് ഗ്രഹങ്ങൾ നോക്കി, എല്ലാ രാശിയൊക്കെ നോക്കിയതാ, ഇന്ന ഗ്രഹങ്ങളാണ്, ഇന്നതൊക്കെയാണ് സംഭവിക്കാൻ പോണത്, ഇന്ന ഗ്രഹങ്ങൾ ഇന്നതൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്. ജ്യോതിഷ പണ്ഡിതൻ വളരെ കൃത്യമായിട്ട് പറയുന്നവരുണ്ട്. എനിക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നമ്മുടെ നിങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മവും കൂടെ ഇതിനകത്ത് നോക്കിയിട്ട് ഇത് അനുഭവിച്ചേ പറ്റുള്ളെന്നുണ്ടെങ്കിൽ ക്ഷേത്ര പരിവാരങ്ങളോ വീട്ടിലെ പരിഹാരങ്ങളൊന്നും അതിനൊരു പരിഹാരങ്ങളായി വരില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും കൂടെ നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. വളരെ വലുതാണ്. അപ്പോൾ ഈ കാക്കയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ,
എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, സ്വാമി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് 100 കാര്യം വേറെ പറയുന്നു. എൻ്റെ ചിന്തയിലേക്ക് വരുന്ന ഞാനങ്ങ് പറയുന്നുള്ളൂ. എനിക്കിപ്പോൾ ഒരു വിഷയം എടുത്ത് ആ വിഷയം മാത്രമായിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു വിഷയം വരുമ്പം ഓരോ വിഷയങ്ങളിങ്ങനെ അതിനകത്ത് കയറി വരും. അപ്പോൾ ഈ കാക്കയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ വീട് ഞാനൊന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ഒന്ന് കിളച്ച് നോക്കാൻ പറഞ്ഞു. ഒന്ന് അപ്പം പുറത്തുനിന്ന് ആരും വേണ്ട, നിങ്ങൾ തന്നെ അവിടെ ഒന്ന് കിളച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം, സ്വാമി വരുമോ? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നോക്കിക്കോ, എന്നാ നിങ്ങൾ കിളയ്ക്കുന്നതിനും എന്നെ ഒന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആ എൻ്റെ വീട്ടിലെ പ്രത്യങ്കരയുടെ ഒരു ചെറിയ സംവിധാനമുണ്ട്. അപ്പം ഞാൻ വിളക്ക് കത്തിച്ച് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലവും സങ്കല്പിച്ച് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. ഇദ്ദേഹം കിളച്ചപ്പോൾ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ എത്ര വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഒരു ബ്ലൗസിൻ്റെ തുണി ദ്രവിച്ചത് കിട്ടി. പഴയ കാലത്തെ ഏതോ ഒരു ബ്ലൗസാണ്, റൗക്ക എന്ന് പറയും. പഴയ ഏതോ അമ്മൂമ്മമാർ ഇട്ടിരുന്ന ഈ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുള്ള, ഇന്നത്തെ ഘട്ടത്തിൽ അത് അറിഞ്ഞുകൂടാ. പ്രായമായവർ ഇതുവരുടെ കൈയുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിയേക്കും. അങ്ങനെയുള്ള ഒരു പഴയ തുണിയുടെ ദ്രവിച്ചു പോയതിൻ്റെ ഏതോ ഒരു അംശം മാത്രം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നിങ്ങൾ നാളെ വിളിക്കൂ, ഞാനിതിൻ്റെ ഫലം പറയാം എന്ന് പറഞ്ഞു. എന്തായാലും ഈ പഴയ പ്രമാണം എടുക്കാൻ പറഞ്ഞു. ഞാൻ വീടിൻ്റെ പഴയ പ്രമാണം, ഈ വീടിൻ്റെ നിങ്ങളെ മൂലപ്രമാണം എടുക്കാൻ പറഞ്ഞു. ആ പ്രമാണത്തിൽ വിധവയായ ഒരു സ്ത്രീ, അവരെ പേര് 3 അക്ഷരമുള്ള ഒരു പേരും വിധവയായ ഒരു സ്ത്രീയും ഉണ്ടോ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ശരി, ഗൗരി എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ത്രീ ഇവിടെ വിധവയായി ജീവിച്ചിരുന്നു. അവരുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ ബാക്കി കാര്യങ്ങളൊന്നും ഇവർക്ക് അറിഞ്ഞൂടാ. ഈ പ്രമാണത്തിൽ അവരുടെ പേര് മാത്രം, ആ പേര് ഞാൻ പറഞ്ഞു 3 അക്ഷരമുള്ള പേരാണ്. ഈ റൗക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ത്രീ, ഇവരുടെ മരണശേഷം ഇവർ കാക്കയ്ക്ക് എന്നും ചോറ് കൊടുക്കുമായിരുന്നു, എള്ളും ചോറും കൊടുക്കുമായിരുന്നു. നമ്മളത് ആലോചിക്കണം. നമ്മൾ മനുഷ്യന് ചോറ് കൊടുത്താൽ, മനുഷ്യന് ഭക്ഷണം കൊടുത്താവാൻ നാളെ നമ്മളെ തള്ളിപ്പറയും, നമ്മളെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ദ്രോഹിക്കും. എല്ലാവരുമില്ല, ഒരു ചെറിയ ശതമാനം ആൾക്കാർ. പക്ഷേ എന്നോ ആ ഗൃഹത്തിൽ കാക്കയ്ക്ക് ചോറ് കൊടുത്തിരുന്ന ഒരമ്മ, അമ്മയോ അമ്മുമ്മയൊക്കെ ആയി കാണും. കാക്കകളെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മുമ്മ. എനിക്ക് വളരെ അത്ഭുതം തോന്നി അത്, അല്ലേ? നമുക്ക് അവർക്ക് കൊച്ചുമക്കളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും, അവരാരും ഇവരെ തിരിഞ്ഞു നോക്കി കാണൂല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നമുക്ക് പിതൃദോഷങ്ങൾ തീർക്കാൻ പൂജകർമ്മങ്ങൾ ചെയ്യാൻ, ഞാനൊക്കെ ചെയ്താൽ ഇത്തിരി പൈസ ചിലവാകും. ഞാൻ താന്ത്രിക കർമ്മം അനുസരിച്ച് പ്രതിമകളൊക്കെ ഉണ്ടാക്കി ബലികർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അത് ചെയ്യുള്ളൂ. അതൊക്കെ ഉണ്ടാക്കി എടുത്തുണ്ടാക്കി വന്ന് ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, പൈസയാവും, കാശ് ചിലവാകും. അല്ലാതെ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് പെയിൻ്റ് അടിച്ച സാധനമൊന്നും ഞാൻ ചെയ്യില്ല. അത് ഒരു ശില്പിയെ കൊണ്ട് അല്ല ആണും പെണ്ണിൻ്റെയും പ്രതിമയുണ്ടാക്കി, അത് ഇന്ന തടിയാണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനൊക്കെ എക്സ്പെൻസീവാണ്, ചിലവാണ്. അതിന് ബലികർമ്മങ്ങൾ ചെയ്താൽ ഒരു നല്ല ശതമാനവും പിതൃദോഷങ്ങൾ തീരും എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ കൊണ്ട് മാത്രമേ ജയിപ്പിക്കത്തുള്ളൂ. ഇത് ആ അമ്മ ഗൗരി എന്ന് പറയുന്ന അമ്മ എന്ത് ചെയ്തു? അവർ കാക്കയ്ക്ക് എന്നും ചോറ് കൊടുക്കും. ആ ചോറ് കൊടുത്ത് അവരുടെ മരണശേഷം തന്നെ അവരെങ്ങനെ മരിച്ചു എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റിയിട്ടില്ല, അതൊന്നും എനിക്ക് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നു തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒന്നും ചെയ്യണ്ട, താങ്കൾ എള്ളും ചോറും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ഉണ്ടാക്കരുത്. എപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ പച്ചരിച്ചോറ്, ഒരു പിടി പച്ചരി ഇത്തിരി എള്ളൂടെ ഇട്ട് വേവിച്ച് ഈ കാക്കയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. അതിൻ്റെ തെക്ക് ഭാഗത്ത് തന്നെ വെച്ചോളാൻ പറഞ്ഞു. ആ ചെയ്താലുണ്ടാകുന്ന മാറ്റം എനിക്കിപ്പോഴേ അറിയാം. വേറെ ഒരു പരിഹാരവും അതിനകത്ത് വേണ്ട. അപ്പോൾ അവരുടെ ഒരു വസ്ത്രം ഭൂമിക്കടിയിലേക്ക് പോയപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ച, ശാസ്ത്രമൊക്കെ ഇത്രയും വളർന്ന് വികസിച്ച് അല്ലേ, എല്ലാം ഉണ്ടെങ്കിലും, ഞാൻ അനന്തഭദ്രം എന്ന് പറയുന്ന എൻ്റെ സിനിമയിൽ ഞാനൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. ഈ ആകാശത്തോളം ശാസ്ത്രം ആകാശം കടന്ന് ചന്ദ്രനിലൊക്കെ പോയിട്ടുണ്ട്. ആകാശത്തോളം വളർന്നു നിന്നാൽ ഭൂമിയിൽ വിശ്വാസത്തിൻ്റെ മണ്ണുണ്ട്. വിശ്വാസത്തിനൊരു മണ്ണാണുള്ളത്. ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളുണ്ട്, അല്ലേ, ജീവനുള്ള. അപ്പോൾ ഈ കാക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് എടുക്കുകയും ചെയ്യരുത്, ചെറുതായിട്ട് കാണുകയും ചെയ്യരുത്. അപ്പം അതുകൊണ്ട് കാക്കയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഒരു കാക്ക ഒരു ഇലക്ട്രിക് ഷോക്ക് കമ്പിയിൽ വന്നിരുന്ന് വൈദ്യുതി ആഘാതമേറ്റ് മരിച്ചു കിടന്നാൽ എല്ലാ കാക്കകളിലൂടെ വരും. അവർ ഹൃദയം പൊട്ടി നിലവിളിച്ച് കരയും. മനുഷ്യൻ കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ മരിച്ചാൽ എന്താണ്, എടുത്ത് കുഴിച്ചിട്ടിട്ട് എല്ലാവരും 4 വഴിക്ക് പോകും. സ്വന്തം മക്കൾ പോലെ. എന്നെ ഈ അടുത്ത കാലത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, സ്വാമി അച്ഛനും അമ്മയും വയസ്സായിട്ടിരിക്കുവാണ്, എനിക്ക് സ്വാമിയെ വിശ്വാസമാണ്, ഞാൻ അവരുടെ ഗ്രഹനിലയൊന്ന് അയച്ചു തരാം, സമയമായോ എന്ന് നോക്കണം. ഞാൻ എന്തിൻ്റെ സമയം? അല്ല, അവർ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള സമയം. നിങ്ങളൊരു മനുഷ്യനാണോ? ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ, നിങ്ങളുടെ മകനാണോ? അല്ല, വിദേശത്താണ്, അവിടെ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ചാർജാണ്.
എപ്പോൾ വരാൻ പറ്റും എന്നറിയില്ല. വന്നാൽ തന്നെ ഇവിടെ ജോലിക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വൈഫിനാണെങ്കിൽ തീരെ താല്പര്യവുമില്ല. ഇങ്ങനെയുള്ള മക്കൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ലോകം, ഇതാണ് ഇന്നത്തെ ലോകം. ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് എന്നോ ഭക്ഷണം കൊടുത്തിരുന്ന ആലോചിച്ച് നോക്കൂ. മക്കൾ, സ്വന്തം ജനിച്ച മക്കൾ പറയുന്നു വരാൻ നേരമില്ല, എത്രയും പെട്ടെന്ന് അടക്കാൻ പറ്റിയിട്ട് കൊണ്ടുവന്നാൽ തന്നെ മരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ വെന്റിലേറ്ററിലൊന്നും വെക്കേണ്ട, നിങ്ങൾ അങ്ങ് ചെയ്തിട്ട് പിന്നെ എത്ര ദിവസമാണ് കർമ്മം? 16 ദിവസം വേണ്ട, 2 ദിവസം മതി, എനിക്ക് സമയമില്ല, ബലികർമ്മങ്ങൾ ചെയ്യാൻ പിള്ളേർക്ക് താല്പര്യമില്ല, കൊച്ചുമക്കൾക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല, രാവിലെയൊക്കെ കുളിച്ചാൽ തണുക്കും, പിന്നെ ഈ കർമ്മങ്ങളൊക്കെ ഇതാര് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെയാണ് ആ പഴയ വീടുണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു മുത്തശ്ശി കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ അവരുടെ വസ്ത്രം ആ ഭൂമിക്കടിയിൽ പോയപ്പോൾ ആ വസ്ത്രമുള്ള സ്ഥലത്ത് വന്നിട്ട് അത് എന്ത് സമർപ്പണം നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? എന്തുകൊണ്ടാണ് അവർ വന്നിട്ട് അവരുടെ ആ ഒരു റൗക്ക എന്ന് പറയുന്ന ആ ഒരു വെള്ള വസ്ത്രമാണെന്ന് പറഞ്ഞു, ദ്രവിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ ഈ വസ്ത്രവുമായിട്ട് നിങ്ങൾ രാമേശ്വരത്ത് പോകണം, ഇത് അവിടെ ബലികർമ്മങ്ങൾ ചെയ്ത് നിങ്ങളിത് രാമേശ്വരത്ത് തന്നെ ഒഴുക്കണം. അവരെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആയിരിക്കും ഈ വസ്തു വിറ്റത്. പക്ഷേ അവർക്കൊക്കെ ഈ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വസ്ത്രം കൊണ്ട് രാമേശ്വരത്ത് നിങ്ങൾ ഒഴുക്കണം. നിങ്ങൾക്ക് ശ്രീരാമൻ ഭഗവാൻ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും. വേറെ ഒരു കർമ്മങ്ങളും നീങ്ങില്ല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു അവരെ രാമേശ്വരത്തേക്ക് പോകാൻ ഉറപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ ഭൂമിയിലുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രേവതി നക്ഷത്രമാണ്. മാനസിക സംഘർഷം, ദുഃഖം, മനോവ്യഥ, സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം, കൊച്ചുമക്കൾക്ക് കൊണ്ടുള്ള ദുഃഖം, സ്കിന്നിന് തൊലിക്ക് പ്രശ്നം ഉണ്ടാകുന്ന, സർപ്പദോഷ ദുരിതങ്ങൾ ഉണ്ടാകുന്ന കുടുംബമാണ് ഈ മനോദുഃഖം. ആ രേവതി നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത, മാനസികമായ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 3 വർഷവും 9 മാസമായിട്ടുള്ള കാലഘട്ടം. ഇനി അങ്ങോട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. എപ്പോഴും മനസ്സിൽ കാടുകേറിയ മനസ്സ്, ഇരുട്ടുകേറിയ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാകും. പ്രമേഹമുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. പ്രമേഹ രോഗം കൊണ്ട് ശാരീരികമായ അവശതകൾ ഉണ്ടാകുക, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരവസ്ഥകൾ ഉണ്ടാകുക, സഹായിച്ചവർ മാറി നിൽക്കുക, വേദനിപ്പിച്ചവർ മാറി നിൽക്കുക, വേദനിച്ചവർ ഇട്ടിട്ട് പോയി അവരെ ശത്രുഭാവത്തോടു കൂടി പെരുമാറുക, ഇതെല്ലാം രേവതി നക്ഷത്രക്കാർക്കുള്ളതാണ്. അവിടെ രേവതി നക്ഷത്രക്കാർ ഇത് കേട്ട് എല്ലാവരും വിഷമിക്കൊന്നും വേണ്ട. നല്ല ഒരു കാലഘട്ടം കൊണ്ട് രേവതി നക്ഷത്രക്കാർ ഇങ്ങനെ തന്നെയാണ്. അവർക്കായിട്ട് മാത്രം അവർക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴും വരും. മറ്റുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടുപോകും, കുടുംബ ബന്ധങ്ങളൊക്കെ വിട്ടുപോവുക. എന്നിട്ട് തനിക്ക് വേണ്ടിയിട്ട് മാത്രം താൻ ജീവിച്ചിരിക്കുന്നു, തനിക്ക് ജീവിക്കണം എന്നുള്ളൊരു അവസ്ഥ വരുന്ന ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. ഈ മനസ്സ്, ശരീരം, കർമ്മം, ധനം, സന്താനം, ദാമ്പത്യം, സാമ്പത്തികം, ഇതെല്ലാം ഈ രേവതി നക്ഷത്രക്കാരുമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വളരെ ശ്രദ്ധിച്ച് മുമ്പിലോട്ട് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നിർത്തിയൊന്നും സംഭവിക്കില്ല, ബുദ്ധിമുട്ടുകൾക്കുള്ള മരണമോ മരണതുല്യമായ അവസ്ഥയോടെ ജീവിക്കണം. അതിന് മഹാമൃത്യുഞ്ജയം നടത്തിയാൽ ഒരു പരിധിവരെ. പിന്നെ പിതൃക്കൾക്കുള്ള ബലികർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ രേവതി നക്ഷത്രക്കാർക്ക്. പിതൃദോഷങ്ങൾ നല്ലപോലെ ഈ ശക്തി ഫലം പ്രാപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എത്രയും വേഗം പിതൃദോഷങ്ങൾ തീർക്കാവുന്ന കർമ്മങ്ങൾ ചെയ്യുക. മഹാദേവന് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യുക. ശബരിമല ശാസ്താവിന് ആൺകുട്ടികളാണെങ്കിൽ ഇപ്പം ചെയ്യുക, പെൺകുട്ടികളാണെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്താം. സർപ്പദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. സർപ്പദോഷങ്ങൾ, സർപ്പബലി, അതിന് ഏതെങ്കിലും പുള്ളവന്മാർ പാടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പാട്ട് പാടിച്ചാൽ പോലും ഒരു പരിധിവരെ, തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നന്നായിട്ട് പാടുന്നവരുണ്ട്, അവിടെ പോയി പണം കൊടുത്തൊന്ന് പാടിച്ചാൽ പോലും നല്ല വ്യത്യാസമുണ്ടോ. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ദേവീക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചാൽ നല്ല മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും നല്ല സുഖകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ. ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. സുഖം നിങ്ങൾക്ക് തരാൻ പറ്റട്ടെ. ഈശ്വരൻ ശുദ്ധമായ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.